ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത ഒരു ഡിഗ്രിയിൽ പ്രിലിംസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻ ആണ്. രണ്ടെണ്ണവും ഫോക്കസ് ചെയ്തിരിക്കുന്നത് കൂടിയാട്ടം ഓറിയന്റ് ചെയ്തിട്ടാണ്. ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിലേതാണ്. കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഹസ്തലക്ഷണ ലിപിയും നാട്യശാസ്ത്രവും നാട്യകൽപദ്രുമവും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ സി, നാട്യകൽപദ്രുമം ആണ്. കൂടിയാട്ടം ശാസ്ത്രീയമായിട്ട് എഴുതിയിരിക്കുന്ന ആധികാരിക ഗ്രന്ഥം എന്ന് പറഞ്ഞത് നാട്യകൽപദ്രുമം ആണ്. ഏതാണ്? നാട്യകൽപദ്രുമത്തിലാണ് കൂടിയാട്ടത്തെ പറ്റിയിട്ട് ശാസ്ത്രീയമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് കലാകാരൻ മണി മാധവ ചാക്യാരുടെ ഗ്രന്ഥം ആണ്. ആരുടേതാണ്? കലാകാരനായിട്ടുള്ള മണി മാധവ ചാക്യാരുടേതാണ് നാട്യകൽപദ്രുമം എന്ന് പറയുന്നത്. ഇതിന് 1976 സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നേടിയിട്ടുണ്ട്. 1976 കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നേടിയിട്ടുണ്ട്. ഇനി ഈ ഒരു പുസ്തകം എന്ന് പറഞ്ഞിരിക്കുന്നത് ഹിന്ദിയിലേക്ക് സംഗീത നാടക അക്കാദമി വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതായത് ന്യൂഡൽഹിയിലെ സംഗീത നാടക അക്കാദമി ഈ പറയുന്ന നാട്യകൽപദ്രുമത്തിലെ ഏതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു? ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ടോട്ടൽ എത്ര അധ്യായങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 അധ്യായങ്ങളാണ് നാട്യകൽപദ്രുമത്തിനകത്ത് ഉള്ളത് എന്ന കാര്യം ഓർത്തു വെച്ചേക്കണം. അതുകൂടാതെ തന്നെ ഈ കേരള സാഹിത്യ അക്കാദമിയാണ് കൽപദ്രുമം എന്നത് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. നാട്യകൽപദ്രുമം പ്രസിദ്ധീകരിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേരാണ്? കേരള സാഹിത്യ അക്കാദമി ആണ്. അപ്പൊ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഏത് വർഷമാണ് ഇതിന് ലഭിച്ചത്? 1976 കൂടിയാട്ടത്തിന് ശാസ്ത്രീയമായിട്ട് എഴുതിയിരിക്കുന്ന ആധികാരിക ഗ്രന്ഥമായിട്ടുള്ള നാട്യകൽപദ്രുമത്തിന് 1976 എന്ത് ലഭിച്ചു? കേരള സാഹിത്യ അക്കാദമി. ഇപ്പൊ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തതും കേരള സാഹിത്യ അക്കാദമി ആണെന്ന കാര്യവും ഓർത്ത് വെച്ചേക്കണം. എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 8 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇനി ആരാണ് ഇത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹിയിലെ സംഗീത നാടക അക്കാദമിയാണ് ഈ പുസ്തകം ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഒരു റെഫറൻസ് ആയിട്ടാണ് ഇതെല്ലാവരും കൂടിയാട്ടത്തിനെ വിദ്യാർത്ഥികളായാലും അധ്യാപകരായാലും എല്ലാം യൂസ് ചെയ്യുന്നത്. ഇനിയും അടുത്ത ഓപ്ഷനാണ് ഹസ്തലക്ഷണ ദീപിക എന്ന് പറയുന്നത്. അതായത് പ്രധാനമായിട്ടും മുദ്രകളെ പറ്റിയിട്ട് കുറിക്കുന്നതാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഹസ്തലക്ഷണ ദീപിക എന്ന് പറഞ്ഞിരിക്കുന്നത് മുദ്രകളെ പറ്റിയിട്ട് കുറിക്കുന്നത് ആണ്. കൈകളുടെ മുദ്രകളുടെ ഉദ്ദേശം കാണിക്കുന്ന വിളക്ക് എന്നാണ് ഹസ്തലക്ഷണ ദീപികയുടെ അർത്ഥം എന്ന് പറയുന്നത്. കൈമുദ്രകളുടെ ഉദ്ദേശം കാണിക്കുന്ന വിളക്ക് എന്നാണ് ഹസ്തലക്ഷണ ദീപികയുടെ അർത്ഥം എന്ന് പറയുന്നത്. ഇതിനകത്ത് എത്ര മുദ്രകളുണ്ട് വിവരിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24 മുദ്രകളാണ് ഹസ്തലക്ഷണ ദീപികയിൽ വിവരിച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർത്തു വെച്ചേക്കണം. ഈ കൂടിയാട്ടം, കഥകളി, മോഹിനിയാട്ടം, കേരള നടനം എന്നിവയാണ് മുദ്രകളുടെ മാനുവലായിട്ട് കണക്കാക്കുന്നത് ഹസ്തലക്ഷണ ദീപികയാണ്. ഏതൊക്കെയാണ്? കൂടിയാട്ടം, കഥകളി, മോഹിനിയാട്ടം, കേരള നടനം എന്നിവ മുദ്രകളുടെ മാനുവലായിട്ട് കണക്കാക്കുന്നത് ഹസ്തലക്ഷണ ദീപിക ആണ്. ഇനിയും അടുത്തതായിട്ട് ഈ ഒരു കാര്യം പറയാനുണ്ട്. ഹസ്തലക്ഷണ ദീപിക രചിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടത്തനാട് ഉദയവർമ്മ തമ്പുരാനാണ്. ആരാണ്? ഉദയവർമ്മ തമ്പുരാനാണ് ഏത് രചിച്ചത് എന്ന കാര്യം ഓർത്തു വെച്ചേക്കുക. ഈ ഹസ്തലക്ഷണ ദീപിക ഉദയവർമ്മ തമ്പുരാൻ. നാട്യകൽപദ്രുമം ഏതാണ്? ആരാണ് രചിച്ചത്? മണി മാധവ ചാക്യാറാണ്. അപ്പൊ ഉദയവർമ്മ തമ്പുരാനാണ് ഹസ്തലക്ഷണ ദീപിക. അത് നമ്മൾ പ്രധാനമായിട്ടും നൃത്തത്തിൽ ഉപയോഗിക്കുന്ന മുദ്രകളെ പറ്റിയിട്ട് ഉള്ള ഒരു കൃതിയാണ് ഹസ്തലക്ഷണ ദീപിക. അതിനകത്ത് എത്രനെ പറ്റിയിട്ട് വിവരിച്ചിരിക്കുന്നു? 24 മുദ്രകളെ പറ്റിയിട്ട് വിവരിച്ചിരിക്കുന്നു. കടത്തനാട് ഉദയവർമ്മ തമ്പുരാനാണ് ഹസ്തലക്ഷണ ദീപിക രചിച്ചത് എന്ന കാര്യവും ഓർത്തു വെച്ചിരിക്കണം. ഇനി നാട്യശാസ്ത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് നാട്യവിദ്യയെ സംബന്ധിച്ച് ആരുടേതാണ്? ഭരതമുനിയുമായി ബന്ധപ്പെട്ട് നൃത്തം, ഗീതം, അഭിനയം എന്നീ 3 കലകളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് നാട്യശാസ്ത്രത്തിൽ. എത്ര എണ്ണത്തിനെ പറ്റിയിട്ടാണ്? 3 എണ്ണത്തിനെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത്. നൃത്തം, ഗീതം, അഭിനയം. ഇനി തപതി സംവരണം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ കൂടിയാട്ടത്തിലെ തന്നെ ഒരു സംസ്കൃത നാടകമാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ തപതി സംവരണം എന്ന് പറയുന്നത് കൂടിയാട്ടത്തിലെ തന്നെ ഒരു സംസ്കൃത നാടകമാണ് തപതി സംവരണം എന്ന് പറഞ്ഞത്. ആരാണ് രചിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുലശേഖര വർമ്മനാണ് തപതി സംവരണം രചിച്ചത്. ആരാണ്? കുലശേഖര വർമ്മൻ എഴുതിയതാണ് തപതി സംവരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനിയും അതായത് മഹാഭാരതത്തിലെ
തപതോപാഖ്യാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ഒരു കഥ. മഹാഭാരതത്തിലെ തപതോപാഖ്യാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് തപതി സംവരണം എന്ന് പറയുന്നത്. തപതി സംവരണം രചിച്ചത് കുലശേഖര വർമ്മനാണ്. കൂടിയാട്ടത്തിലെ ഒരു സംസ്കൃത നാടകമാണ് തപതി സംവരണം. നാട്യശാസ്ത്രം ഭരതമുനി, ഹസ്തലക്ഷണ ദീപിക ഉദയവർമ്മ തമ്പുരാൻ, നാട്യകൽപദ്രുമം മണി മാധവ ചാക്യാർ, തപതി സംവരണം കുലശേഖര വർമ്മൻ. അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കണം. ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കേരളത്തിലെ 2 കേരളീയ ദൃശ്യകലകൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പറയേണ്ടത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. കൂടിയാട്ടവും മുടിയേറ്റും ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. കൂടിയാട്ടത്തിന് ഏത് വർഷമാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം പറയാൻ വേണ്ടിയിട്ട്? 2001 കൂടിയാട്ടം വന്നിരിക്കുന്നത്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ 2010 മുടിയേറ്റ് എന്ന കാര്യവും ഓർത്തു വെച്ചേക്കാം. കൂടിയാട്ടത്തിന്റെ കുലപതി ആരാണ്? അമ്മന്നൂർ മാധവ ചാക്യാർ. ആരാണ് കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത്? അമ്മന്നൂർ മാധവ ചാക്യാർ. അമ്മന്നൂർ മാധവ ചാക്യാർ ആണ് കൂടിയാട്ടത്തിന്റെ കുലപതി എന്ന് അറിയപ്പെടുന്നത്. അമ്മന്നൂർ മാധവ ചാക്യാർ കൂടിയാട്ടത്തിന്റെ കുലപതി. കേരളത്തിലെ ഏറ്റവും പഴയ കലാരൂപമാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. അഭിനയ കലയ്ക്ക് നൃത്തത്തെക്കാൾ പ്രാധാന്യം നൽകുന്നതിനാലാണ് ഇതിന് പ്രാചീന സംസ്കൃത നാടക രൂപങ്ങളിൽ ഒന്നാണ് ഇതെന്ന് പറയുന്നത്. കൂടിയാട്ടം സംസ്കൃത നാടക ഇതുമായി ബന്ധപ്പെട്ടാണ്. അത് സംസ്കൃത നാടകമാണ് ആക്ച്വലി ഇത് കൂടിയാട്ടം കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അമ്മന്നൂർ മാധവ ചാക്യാർ ആണ് കൂടിയാട്ടത്തിന്റെ കുലപതി എന്ന് അറിയപ്പെടുന്നത്. ഏറ്റവും പഴയ കലാരൂപം ആണ് കേരളത്തിലേത് കൂടിയാട്ടം എന്ന് പറയുന്നത്. ഈ അഭിനയത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏത് തന്നെയാണ്? കൂടിയാട്ടമാണ്. അഭിനയത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് കൂടിയാട്ടം ആണ്. പ്രധാനപ്പെട്ട വാദ്യ ഉപകരണം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ഏതാണ്? മിഴാവാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട വാദ്യ ഉപകരണം എന്ന് പറയുന്നത്. പൂർണ്ണ രൂപത്തില് കൂടിയാട്ടം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്ര ദിവസം വേണ്ടി വരും? 41 days ആണ് കൂടിയാട്ടം പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി വരുന്നത്. ഇതിനകത്ത് പുരുഷ കഥാപാത്രം ചാക്യാർ ആണ്. സ്ത്രീ കഥാപാത്രം എന്ന് പറയുന്നത് നങ്ങ്യാറാണ്. സ്ത്രീ കഥാപാത്രം നങ്ങ്യാറും പുരുഷ കഥാപാത്രം ഏതാണ്? ചാക്യാർ ആണെന്ന കാര്യവും ഓർത്തു വെച്ചേക്കണം. ഇനി പ്രധാനപ്പെട്ട കലാരൂപം നമ്മൾ പൈക്കുളം രാമൻ ചാക്യാരെ കൂടുന്ന ഓർത്ത് വെച്ചേക്കണം. പൈക്കുളം രാമൻ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം? കൂടിയാട്ടം. പേരെന്താണ്? പൈക്കുളം രാമൻ ചാക്യാർ. പൈക്കുളം രാമൻ ചാക്യാർ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി മുടിയേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഇതിവൃത്തം അല്ലെങ്കിൽ പ്രമേയം എന്നൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ഏതാണ്? ദാരികാവധം ആണ് മുടിയേറ്റിന്റെ പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറഞ്ഞത്. കേരളത്തിന്റെ ഒരു അനുഷ്ഠാന കലയാണ് മുടിയേറ്റ് എന്ന് പറഞ്ഞിരുന്നത്. കേരളത്തിലെ ഏറ്റവും പഴയ കലാരൂപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടിയാട്ടം. കേരളത്തിന്റെ ഒരു അനുഷ്ഠാന കലയാണ് ഏത്? മുടിയേറ്റ് എന്ന് പറയുന്നത്. 12 മുതൽ 20 വരെ ആളുകളാണ് ഇതിനകത്ത് ഈ ഒരു കഥ അവതരിപ്പിക്കാൻ വേണ്ടി വരുന്നത്. 12 മുതൽ 20 വരെ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമാണ് ഈ മുടിയേറ്റ് അവതരിപ്പിക്കാൻ പറ്റുന്നത്. കളമെഴുത്ത്, താലപ്പൊലി, പ്രതിഷ്ഠാപൂജകള്, കളം മായ്ക്കൽ എന്നിവയാണ് മുടിയേറ്റിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ. മുടിയേറ്റിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഈ കളമെഴുത്ത്, പ്രതിഷ്ഠാപൂജകള്, താലപ്പൊഴി, തിരി ഉഴിച്ചില്, കളം മായ്ക്കൽ എന്നിവയൊക്കെയാണ് മുടിയേറ്റിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കണം. വേറെ ക്വസ്റ്റ്യൻസ് അപ്ഡേറ്റ് ചെയ്ത് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് നമ്മൾ അന്നേരം ആർട്സിനകത്ത് പ്രത്യേകം പറയും. അപ്പൊ അതോടെ ആഡ് ചെയ്ത് ഓരോ PDF-നകത്തും പറഞ്ഞോളാം. ഓക്കെ. അപ്പം നിങ്ങൾക്ക് നമ്മുടെ പുതിയ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ആർട്സ്, സ്പോർട്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ്, കമ്പ്യൂട്ടർ, ഹിസ്റ്ററി, എക്കണോമിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, ജോഗ്രഫി ഇതെല്ലാം കൂടെ ചേർത്ത് ടോട്ടൽ 208 ടോപ്പിക്സ് ഓറിയന്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ 45 days സ്റ്റഡി പ്ലാൻ ആയിട്ട് ഈ മൺഡേ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. PDF-ഉം ഡെയിലി ടൈം ടേബിളും റെക്കോർഡ് വീഡിയോയും അവൈലബിൾ ആയിരിക്കും. ടെലഗ്രാമിലായിരിക്കും ഈ ഒരു കോഴ്സ് വരുന്നത് കേട്ടോ. അപ്പൊ കാര്യം ഇനിയിപ്പം അധികം സമയമില്ലല്ലോ പഠിക്കാൻ വേണ്ടിയിട്ട്. സോ മാക്സിമം നിങ്ങൾ ഈ ഒരു ഇത് ഉപയോഗിച്ചിട്ട് മാക്സിമം പഠിക്കാതിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് GK ടോപ്പിക്സ് ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. അപ്പം താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാവുന്നതാണ്. താങ്ക് യു.